ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ബാച്ചിലേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിൽ ഫോർക്ക് വെച്ച് ഹോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നൈഫ് വെച്ച് വരഞ്ഞു കൊടുക്കുക. ഈ ചിക്കനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അതിനുശേഷം 1/2 ടീസ്പൂൺ ടെർമറിക് ആഡ് ചെയ്ത് കൊടുക്കുക. ടെർമറിക് അധികം ആവരുത്, ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ മസാല നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഇതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ ബാക്കി പണി ചെയ്യാം. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് നെയ്യും എണ്ണയും ഒഴിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 4 വലിയ സവാളയാണ്. അതിൽ 2 സവാള ഞാനെടുത്ത് ഈ എണ്ണയിലേക്കും നെയ്യിലേക്കും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കത് വറുത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇത് സെയിം എണ്ണയിലേക്ക് തന്നെ, ബാക്കി വരുന്ന സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന സവാളയുടെ കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും ഉപ്പിട്ട് കൊടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സവാള നല്ല പോലെ വഴലണം. ഇപ്പം ബിരിയാണി ആണെങ്കിലും ഏത് കറി ആണെങ്കിലും സവാള നല്ല പോലെ വഴന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ സവാള നല്ല പോലെ വഴന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ, പച്ചമുളക് ചതച്ചാണ് എടുത്തിരിക്കുന്നത്, അതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഈ വഴന്ന് വന്ന സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി ഒരു നല്ലൊരു പേസ്റ്റ് പരിവാവണം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ആഡാക്കി കൊടുക്കുക ചെയ്യണം. അപ്പോൾ ചിക്കൻ ആഡാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ അധികം കുത്തി ഇളക്കരുത്. എങ്കിലും മസാല എല്ലായിടത്തും പറ്റാൻ പാകത്തിന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറിൽ നിന്നും മാറി അതൊരു വൈറ്റ് ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വേവിക്കണം. 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് അടച്ച് വേവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചിക്കൻ ആവശ്യത്തിന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് അടച്ച് വേവിച്ച് വരുമ്പം നമുക്ക് അത് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ചിക്കൻ്റെ ഗ്രേവി നമ്മൾ വറ്റിക്കാൻ പാടില്ല. അധികം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി വറ്റിച്ച് നമ്മുടെ ചോറ് കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിലേക്കാണ് നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരി നമ്മൾ കുതിർത്ത അരിയല്ല, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജീരകശാല ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് നികത്തി കൊടുത്തിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ച ചൂട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് ഇളക്കാൻ പാടില്ല. നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ അടച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കുക്കർ ബിരിയാണി റെഡിയാവും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം. ട്രസ്റ്റ് മീ ഗായ്സ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ബിലോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.